സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 5 മരണം. കാസർഗോഡും ഇടുക്കിയിലും തൃശൂരും എറണാകുളത്തും മുങ്ങിമരണം. മുതലപ്പുഴയിൽ വെള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മാവേലിക്കരയിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് യുവാവിന് ദാരുണാന്ത്യം. കൊച്ചിയിൽ മേഘവിസ്ഫോടനം. കോട്ടയത്ത് ഉരുൾപൊട്ടലിൽ 7 വീടുകൾക്ക് നാശം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. കോട്ടയത്തും എറണാകുളത്തും റെഡ് അലർട്ട്. സംസ്ഥാനത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം. മരിച്ചത് കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി മേഘ്ന. തൃശൂർ പെരിഞ്ഞനത്തെ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ഇടുക്കിയിലെ കള്ളപ്പട്ടയ കേസുകളിൽ സർക്കാരിന് അലംഭാവമെന്ന് ഹൈക്കോടതി. കേസുകളിൽ കുറ്റപത്രം നൽകുന്നത് വൈകുന്നു. കുറ്റപത്രം നൽകിയ കേസുകളിൽ പ്രതികൾ രക്ഷപ്പെടുന്നുവെന്നും കോടതി. വിശദീകരണം നൽകാൻ സർക്കാരിന് നിർദ്ദേശം. ബാർക്കോഴ ശബ്ദരേഖ വിവാദത്തിൽ ബാറുടമകളുടെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച്. പണം നൽകിയിട്ടില്ലെന്ന് അണക്കരയിലെ ബാറുടമ അരവിന്ദാക്ഷൻ. ആരും പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മൊഴി. ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുത്തത് ഇടുക്കിയിലെത്തി. KSRTC ജീവനക്കാർക്ക് സന്തോഷ വാർത്ത. 1-ാം തീയതി തന്നെ ശമ്പളം. ഗഡുക്കളായി നൽകുന്നത് ഒഴിവാക്കാൻ ഫോർമുലകൾ കണ്ടെത്തിയെന്ന് മന്ത്രി. താമരശ്ശേരിയിൽ KSRTC ബസ് ഡ്രൈവറെ മർദ്ദിച്ചതിൽ 5 പേർക്കെതിരെ കേസ്. ഈ കഴിഞ്ഞ കൊടിയ വേനൽക്കാലത്ത് വിയർത്ത് കുളിച്ച് നടന്നപ്പോൾ ഒരു ചെറുമഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നവരെല്ലാവരും ഇന്ന് ഈ മഴയൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ വിചാരപ്പെടുന്ന രീതിയിലേക്ക് മഴ അതിൻ്റെ സർവ്വസംഹാര താണ്ഡവും ആടിയ ദിവസമായിരുന്നു ഇന്ന്. എറണാകുളത്തെ സംബന്ധിച്ച് മേഘവിസ്ഫോടനം എന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുണ്ടായിരുന്ന ഒന്നിന് സാക്ഷിയാവേണ്ടി വന്നു. എത്രയോ ജീവനുകൾ പൊലിഞ്ഞു. ഇനി